ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര നേരം ഇത് പറഞ്ഞിട്ട്? മനുഷ്യന് ദാഹിച്ചിട്ട് വയ്യ. ഇങ്ങോട്ടെടുക്ക്. ഞാൻ കൂടി വല്ലതും പറഞ്ഞ വലിയ വഴക്കും അടിയൊക്കെ ആവും. പിന്നെ അവൾ അതിനെ പറഞ്ഞ് എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് അമ്മയ്ക്കും അറിയാമല്ലോ. എന്നോളം പോന്ന മക്കളുടെ മുന്നിൽ കിടന്ന് ഈ പ്രായത്തിൽ എനിക്ക് വഴക്കിനും വയ്യാവലിക്കൊന്നും പോകാൻ വയ്യ. രണ്ടെണ്ണം പൊട്ടിച്ചൊരു മൂലയ്ക്ക് ഇരുത്താൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അത് പിന്നെ വേറെ കാര്യത്തിലോട്ടൊക്കെ പോവും. അതുകൊണ്ടാ അവളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കുന്നത്. ഞാൻ ഇന്ന് പോകും. ചിലപ്പോ ഒരു 2 ദിവസം കഴിഞ്ഞേ വരൂ. നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? വേണമെങ്കിൽ മഹിക്കൂടെ കൊണ്ടുപോ. എന്തിന്? ചീരത്തോട്ടത്തിലെ കീടാണുക്കളെ എങ്ങനെ നശിപ്പിക്കാം എന്ന കൃഷി ഓഫീസിലെ കമ്മിറ്റിക്കല്ല ഞാൻ പോകുന്നത്. അവനെ കൂടി കൊണ്ടുപോവാൻ. കോടികളുടെ ബിസിനസ് കോൺഫറൻസിനാ. നീ പരിഹസിക്കണ്ട മഹിയെ. ഒറ്റയ്ക്ക് പോകണ്ടെന്ന് കരുതി അവൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതിന് ഞാൻ ഒറ്റയ്ക്കാ പോകുന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? പിന്നെ വേറെ ആരുടെ കൂടെ നീ പോകുന്നത്? ബിസിനസ് ടൂറിന് ആരെയാ ഞാൻ കൊണ്ടുപോവേണ്ടത്? എന്റെ ബിസിനസ് പാർട്ട്ണറെ. ആരാ നിന്റെ ബിസിനസ് പാർട്ട്ണർ? അത് നരേന്ദ്രനോ? അതെ, അവനല്ലേ എന്റെ ബിസിനസ് പാർട്ട്ണർ. കൊള്ളാം. എവിടെങ്കിലും പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റിയ ആളാവൻ. ഏത് വഴിയെ പോയാൽ അടി കിട്ടുമെന്ന് അവന് തന്നെ നിശ്ചയമില്ല. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാതെ അവൻ വരില്ല. ആ അവനെ കൊണ്ടാണോ നീ പോകുന്നത്? അവനെ കൂടുതൽ അടുപ്പിക്കരുതെന്ന് പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഒരു ദിവസം എല്ലാം അവന്റെ കയ്യിലിരിക്കും. നീ നോക്കിക്കോ. ആരെ എങ്ങനെ എവിടെ നിർത്തണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ എത്ര ക്രൂരനെന്ന് പറഞ്ഞാലും അവൻ എനിക്ക് ഒരു ചേച്ചിയുടെ സ്ഥാനം എപ്പോഴും തരുന്നുണ്ട്. ബിസിനസ്സിൽ അവൻ എങ്ങനെയാണെന്ന് മാത്രം എനിക്ക് നോക്കിയാ മതി. അതിലവൻ പെർഫെക്റ്റാ. അവന്റെ വ്യക്തിപരമായ ജീവിതം അത് അവന്റെ ഇഷ്ടമാണ്. അത് ഞാൻ തിരക്കാനും പോകുന്നില്ല, എനിക്കറിയേം വേണ്ട. പിന്നെ നരിയെ പോലെയുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാം. പുറകിൽ നിന്ന് ചതിക്കില്ല. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും. നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് കാണിച്ചിട്ട് അത് അനുഭവിക്കാൻ മറ്റൊരാൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന ചിലരുണ്ട്. ഓ, നമുക്ക് തോന്നും അമിതമായി അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ ശരിക്കും അത് കിട്ടുന്നത് മറ്റൊരാൾക്കായിരിക്കും. അങ്ങനെയുള്ളവരെയാ സൂക്ഷിക്കേണ്ടത്. വളരെ വളരെ സൂക്ഷിക്കേണ്ടത്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ മതി. ഞാനേ മെയിൽ ചെയ്തേക്കാം. ആ അതെ അതെ. ആ ഓക്കെ. ഞാനേ തിരിച്ചു വിളിക്കാവേ. ആ ഓക്കെ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? എനിക്കെന്താ ചേട്ടനെ കെട്ടിപ്പിടിച്ചൂടെ? ആവാലോ. പക്ഷേ അതിപ്പോഴല്ല, വ്രതമൊക്കെ കഴിഞ്ഞിട്ട്. ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് കരുതി വ്രതം ഒന്നും മുറിഞ്ഞു പോവില്ല. പൂജയുടെ ഫലവും കുറയില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അമ്മയുടെ അസുഖത്തിന്റെ കാര്യമല്ലേ. എന്തെങ്കിലും പിഴവ് വന്നാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമ്മയായിരിക്കും. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ആയിക്കോട്ടെ.
ഞാൻ കാരണം അമ്മയ്ക്കിനി ഒന്നും വരണ്ട. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞ ഏട്ടനത് സാധിച്ചരോ? അതെന്ത് ചോദ്യാ? താൻ എന്ത് വേണേലും പറഞ്ഞു, അത് ഞാൻ സാധിച്ചു തന്നിരിക്കും. നമ്മുടെ എലിസബത്തിനെ കമ്പനിയുടെ മാനേജർ പോസ്റ്റിലോട്ട് മാറ്റുന്ന കാര്യം അമ്മ പറഞ്ഞില്ലായിരുന്നോ? ഓ, അതാണോ കാര്യം? അത് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. തന്നെ വിളിച്ചിരുന്നു എലിസബത്ത്? എങ്കിൽ പറഞ്ഞേക്ക്, അടുത്ത മാസം മുതലേ എലിസബത്ത് ആണ് കമ്പനിയുടെ മാനേജർ. അതല്ല. പിന്നെ? അല്ല, എലിസബത്തിനെ മാനേജർ പോസ്റ്റിൽ നിന്നും മാറ്റണമെന്ന് പറയായിരുന്നു. മാറ്റാനോ? എന്തിന്? തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ? അവക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം വരുമ്പോ താൻ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? അല്ല, അതൊക്കെ ശരിയാ. പക്ഷെ അങ്ങനല്ല. അവൾ ഈ പോസ്റ്റിന് ആപ്റ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഉം? എന്റെ കൂട്ടുകാരി ആയോണ്ടാ അവൾക്ക് ഈ അവസരം ഉണ്ടായത്. അപ്പൊ അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാ അത് ശരിയാവില്ല. തന്റെ കൂട്ടുകാരി ആയതുകൊണ്ട് തന്നെയാ എലിസബത്തിനെ മാനേജർ പോസ്റ്റിലോട്ട് മാറ്റുന്നത് എന്ന് കരുതി അവൾക്കതിനുള്ള പ്രാപ്തിയില്ലെങ്കിൽ ഒരിക്കലും അമ്മ അങ്ങനെ ഒരു കാര്യം പറയില്ല. അമ്മയുടെ തീരുമാനം എപ്പോഴും ശരിയായിരിക്കും. അതുകൊണ്ട് അതിനെ ഞാൻ ചോദ്യം ചെയ്യാൻ പോവാറില്ല. എലിസബത്തിനെ വെച്ച് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. താനേ ടെൻഷൻ ആവാതിരിക്കെ. അല്ല, മഹി എവിടെ പോകുന്നു? എടുത്തിരുന്നോ? അതെന്താ എന്റെ അടുത്ത് നീ ഇരിക്കില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നാ ഇരിക്ക്. എപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണുമല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും പുറത്തു പോകാറുള്ളൂ. ആ, ആവശ്യം എന്ന് പറഞ്ഞ പച്ചക്കറി വാങ്ങിക്കാനും മെഡിസിൻസ് വാങ്ങിക്കാനും അങ്ങനെയൊക്കെ അല്ലേ? അതെ. ഏട്ടത്തേക്ക് എന്തെങ്കിലും വാങ്ങണോ? ഏയ്, ഞാൻ ചോദിച്ചത് അനിയന് മനസ്സിലായില്ലല്ലേ? അല്ല, ഈ ജോലിയും കൂലിയും ഒന്നുമില്ലേന്ന്. വല്ല ജോലിക്കും പോവാതെ ഫുൾ ടൈം ഇവിടെ കിടന്ന് കറങ്ങുന്ന കണ്ടോണ്ട് ചോദിച്ചതാ. എനിക്ക് കുറച്ച് കൃഷിയും പരിപാടിയൊക്കെ ഉണ്ട്. ഓ, കൃഷി. എത്ര നേരം ഇത് പറഞ്ഞിട്ട്? മനുഷ്യന് ദാഹിച്ചിട്ട് വയ്യ. ഇങ്ങോട്ടെടുക്ക്.